നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പോഴേക്ക് സമയം അതിക്രമിച്ചു പോയെന്ന് നിനക്ക് തന്നെ തോന്നും. അവളെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കണ്ട. പുറമേ നിന്ന് വക്കീലിനെ വെച്ചാ ആവശ്യപ്പെടുന്ന ഫീസ് കൊടുക്കാൻ ദേവിന്റെ കയ്യിൽ കാശുണ്ടോ? നിലവിലെന്റെ ഈ പണമൊന്നുമില്ല. ഓ, പിന്നെ എങ്ങനെയാ ഒരു വക്കീലിനെ വെക്കുന്നേ? തൽക്കാലം ഫീസ് വാങ്ങാതെ വാദിക്കാൻ ഒരാളെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ ഫീസ് ഇല്ലാതെ വാദിക്കാനേ ഹരിചന്ദ്രൻ വക്കീലന്മാര് ഇരിക്കല്ലേ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും കിട്ടുമായിരിക്കും. ശരി, അങ്ങനെ ഏതെങ്കിലും വക്കീലന്മാരെ ചിലപ്പം വാദിക്കാൻ വേണ്ടി കിട്ടിയേക്കും. കോടതിന്ന് നേരെ ജയിലിലേക്കായിരിക്കും ചെന്ന് കേറുക. എത്രയൊക്കെ പണം കൊടുത്താലും പൊന്നു തൂക്കി കൊടുക്കാന്ന് പറഞ്ഞാലും ദിയയ്ക്ക് സ്വാധീനിക്കാൻ പറ്റാത്ത വക്കീലിനെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ആവശ്യത്തിന് കഴിവും വേണം. അങ്ങനെ ഒരു വക്കീല് നിന്റെ അറിവിലുണ്ടോ? ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഒരാള്. നീ ആരെയാ ഉദ്ദേശിക്കുന്നത്? ചരണിയ? അല്ലാതെ പിന്നെ ആരെയാ? നമ്മുടെ മോൻ നന്ദന്റെ ഭാര്യയല്ലേ അവള്. എപ്പോ തുടങ്ങി അങ്ങനെ ഒരു ചിന്ത? അവളെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടതല്ലേ? അമ്മയും മോളും അവളെ വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറുമല്ലല്ലോ. മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നൊന്നുമില്ലല്ലോ. സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒക്കെ അനുസരിച്ച് അതിനൊക്കെ മാറ്റം വരില്ലേ? ദേവ് എന്താ മിഴിച്ചു നോക്കുന്നേ? ശരണ്യയും കൂട്ടി വീട്ടിലേക്ക് വരാൻ ദേവ് നന്ദനോട് പറയണം. നന്ദൻ അതിന് തയ്യാറായാലും ചരണി ഇങ്ങോട്ട് വരാൻ തയ്യാറാവണ്ടേ? ഇനി ഒരിക്കലും ഈ വീട്ടിൽ കയറില്ല എന്നും പറഞ്ഞു ഇറങ്ങിപ്പോയതല്ലേ അവൾ. എന്നാലേ ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. ഞാൻ ആശുപത്രിയിൽ വെച്ച് കണ്ടതല്ലേ. കല്യാണം കഴിച്ചു വന്ന സമയത്തെക്കാളും സ്നേഹത്തിലാ നന്ദനും അവളും ഇപ്പോ. നന്ദൻ വിളിച്ച അവൾ ഇങ്ങ് കൂടെ പോരും, ഉറപ്പാ.